ചേച്ചി ഇപ്പം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി 2020 മത്സരിക്കാൻ നിൽക്കുകയാണ് പെരുമ്പാവൂർ. ഈ നിമിഷം എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. രാഷ്ട്രീയത്തിലേക്കുള്ള എൻ്റെ കടന്നുവരവെന്ന് പറയുന്നത് ഒരിക്കലും അവിചാരിതമായിട്ടല്ല. ഞാൻ വളരെയധികം പ്രിപ്പയർഡായിരുന്നു. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് BJPയുടെ പ്രചരണ വേദിയിലെല്ലാം തന്നെ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ പല പ്രാവശ്യം BJPയിൽ നിന്ന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അതെൻ്റെ മകൾ വളരെ ചെറുതായതുകൊണ്ട് എനിക്കത് സാധിക്കുന്നൊരു ഘട്ടമായിരുന്നില്ല. ഇപ്പോൾ 2020 നിന്ന് അങ്ങനൊരു ക്ഷണം വന്നപ്പോൾ 2020 NDAയുടെ സഖ്യകക്ഷിയും കൂടെ ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇൻവിറ്റേഷനെ സ്വാഗതം ചെയ്തത്. ഇപ്പോൾ മത്സരിക്കുന്ന പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ബംഗാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ത് മാറ്റമായിരിക്കും ചേച്ചി അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരുന്നത്? ഇപ്പം താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ പെരുമ്പാവൂരത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. ആ പ്രശ്നം പരിഹരിക്കാതെ നമുക്ക് വേറെ ഒരു കാര്യത്തിലേക്കും പോകുന്നതിൽ അർത്ഥമില്ല. അതായത് പെരുമ്പാവൂർ എന്ന് പറയുന്നത് സാംസ്കാരികപരമായിട്ടും പ്രകൃതി രമണീയത കൊണ്ടും പൈതൃകം കൊണ്ടും എന്താ പറയുക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരുടെ ജന്മം കൊണ്ടും ഒക്കെ വളരെയധികം പേരും പ്രശസ്തിയുമുള്ള ഒരു നാട് തന്നെയാണ്. പക്ഷേ ഇന്ന് മലയാളികളുടെ എല്ലാം മനസ്സിലേക്ക് പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മൺമറഞ്ഞു പോയ ജിഷയുടെ മുഖമാണ്. ജിഷ വധക്കേസിലൂടെ പോപ്പുലറായ ഒരു സ്ഥലം എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ പിന്നിലും ഒരു ബംഗാളി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണോ പ്രതി എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങനെയാണ് വരുന്നത്. അദ്ദേഹത്തിനെയാണല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ജയിലിലായിരിക്കുന്നതും ഒക്കെ. അപ്പം അതിനുശേഷം നോക്കുകയാണെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മൾ അതിഥികളാക്കി കൊണ്ടുവന്ന് അതിഥി തൊഴിലാളികളാക്കി നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് ആധാറും വീടും എല്ലാം കൊടുത്ത് അവർക്ക് ചിലരൊക്കെ മലയാളികളെ വിവാഹം കഴിച്ചുമൊക്കെ ഇവിടെ താമസിക്കുന്നു. പക്ഷേ ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ അന്നം തേടി അവർക്ക് ആഹാര സാധനങ്ങൾ അന്വേഷിച്ച് വന്ന കച്ചവടത്തിനായിട്ട് വന്ന ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ വേറൊരു രൂപത്തിലൂടെയാണ് ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ മലയാളികൾക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പെരുമ്പാവൂരാണ് ഏറ്റവും അധികം അതിഥി തൊഴിലാളികളുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗമാണെങ്കിലും എയ്ഡ്സിൻ്റെ വ്യാപനം, പരിസര മലിനീകരണം, വെള്ളത്തിൻ്റെ ശുദ്ധിയില്ലായ്മ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്ത്രീകൾക്ക് പകല് പോലും പുറത്തിറങ്ങി നടക്കാൻ ചില ഏരിയകളിലൊക്കെ പകല് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്തത്. ഇതൊക്കെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ പല വീഡിയോസിലും ഫോട്ടോസിലും ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അവിടുത്തെ തദ്ദേശവാസികളുടെ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു പരിഹാരം കൊണ്ടുവരണം. കാരണം എന്ന് വെച്ചാൽ കൊച്ചിയിലെ തന്നെ എറണാകുളത്ത് തന്നെ 147 സ്കൂളുകളിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനമുണ്ട് എന്നുള്ളത് എനിക്കൊരു ഞെട്ടലുള്ള വാർത്തയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഭരിച്ചിരുന്ന സർക്കാർ, ഇത്രയും നാളും ഉണ്ടായിരുന്ന സിറ്റിംഗ് MLA ഒന്നും അവരാരും ചെറുവിരൽ പോലും ഇതിനെതിരെയൊന്നും അനക്കിയിട്ടില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു അതിശയോക്തിയുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കൊണ്ടുവരാനായിട്ട് തന്നെയായിരിക്കും ഞാൻ ആദ്യം ശ്രമിക്കുക. ചേച്ചി ഇപ്പോൾ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പം അതിനുള്ളിലെ പല അംഗങ്ങളും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മയെന്ന് വെച്ചാൽ 504 അംഗങ്ങളുണ്ട്. ഞങ്ങൾ 17 അംഗ പാനലിനെ പറ്റി പറയാനാണെങ്കിൽ 17 പേർക്കും പല രീതിയിലുള്ള രാഷ്ട്രീയം ഉള്ള ആൾക്കാരാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇത് വ്യക്തി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനും അതീതമായിട്ടാണ് എന്ന കാഴ്ചപ്പാടുള്ള തന്നെയാണ് പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അമ്മയിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചേച്ചിക്ക് മോദിജി വന്നപ്പോൾ ചേച്ചി ഈ ഇടയ്ക്ക് കൊച്ചിയിൽ മോദിജി വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ചേച്ചി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി മോദിജിയുടെ വലിയൊരു ഫാനാണല്ലോ. കഴിഞ്ഞ തവണ മോദിജി വന്നപ്പോൾ ഞാൻ പോവുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസമായിരുന്നു അദ്ദേഹം വന്നത്. ധാരാളം തിരക്കുകളുള്ളൊരു ദിവസം കൂടിയായിരുന്നു എനിക്ക്. എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ വരികയും അങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ നിന്നതുകൊണ്ട് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് പോയി കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. ചേച്ചിയുടെ കമൻറ്റ് ബോക്സിലുള്ള ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട്, ചേച്ചിയുടെ ഫാമിലി വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? കുറയ്ക്കുന്നവരെപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ വഴിയിലൂടെ നേരായ മാർഗത്തിലൂടെ നേരായ പാതയിലൂടെ മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് നടന്നു പോവുക. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെവി കൊടുക്കാനും നോക്കാനും അതിന് മറുപടി പറയാനും ഒക്കെ നിന്നാൽ നമുക്കതിനെ സാധിക്കുകയുള്ളൂ. അതായത് ഒരു മൊബൈൽ കയ്യിലുള്ള ആർക്കും എന്തും ഇന്നത്തെ കാലത്ത് ചെയ്യാം. അതായത് ഇത് എഴുതുന്നവൻ്റെ മാനസികാവസ്ഥ അപ്പോഴത്തെ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അവൻ ചിലപ്പോൾ കുടുംബത്ത് പെണ്ണുമ്പിള്ളയായിട്ടും എന്താ പറയുക അച്ഛനമ്മമാരായിട്ടും മക്കളൊക്കെ ആയിട്ട് വഴക്കിട്ടിട്ടിരിക്കുന്നൊരു സമയമായിരിക്കും. ചിലപ്പോൾ ലഹരി
ലഹരി ഉപയോഗിച്ചിട്ടിരിക്കുന്ന സമയമായിരിക്കും. ഓരോരുത്തരുടെ മാനസികാവസ്ഥയിൽ പിന്നെ ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഇങ്ങനെയൊക്കെ എഴുതി വിടുന്നത്. അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും കുടുംബത്തെ, മകളെയൊക്കെ പറയുമ്പോൾ ഞാനൊരു മനുഷ്യനല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ഞാൻ അതിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് സങ്കടം വരും, എനിക്ക് വിഷമാവും, ഞാൻ കരയും ഒക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും, എനിക്ക് അറിയുക പോലും ചെയ്യാത്ത ആരൊക്കെ ഇരുന്ന് എന്തോ പറയുന്നതിൽ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്ക് ഒന്നും തോന്നാറില്ല അതൊന്നും കാണുമ്പോൾ. അതേപോലെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നത്, ഈ സിനിമാ രംഗത്ത് നിന്ന് അല്ലെങ്കിൽ സെലിബ്രിറ്റി രംഗത്ത് നിന്ന് വന്നാലും രാഷ്ട്രീയം അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ ചേച്ചി? ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. അതിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ എക്സ്പീരിയൻസ് ആയിരുന്നു രാഷ്ട്രീയമെങ്കിൽ ഇവിടെ വന്ന സർക്കാരും ഇവിടെ വന്ന ഭരണാധികാരികളൊന്നും, മന്ത്രിമാരും MLA മാരും ഒന്നും ഇത്ര വലിയ അഴിമതികൾ നടത്തില്ലല്ലോ, ഇവിടുത്തെ ആൾക്കാരെ കട്ടുമുടിക്കില്ലല്ലോ. അപ്പോൾ അതല്ല വേണ്ടത്. വികസനത്തിന് വേണ്ടിയിട്ട് ഒരു മാതൃക ഉണ്ടാക്കുക, അതിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കുക, ജനത്തിൻ്റെ ആവശ്യം എന്താണ് എന്നറിഞ്ഞ് അവരിൽ ഒരാളായിട്ട് അവരുടെ ഒപ്പം നിൽക്കുക. ഏത് രാത്രിയിലും വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവുക. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ഒരാളെ MLA ആയിട്ടോ MP ആയിട്ടോ ഒക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നു. നമ്മുടെ വീട്ടുപടിക്കൽ ഓരോരുത്തരും വന്നിട്ട് വോട്ട് വാങ്ങിച്ച് നമ്മുടെ എല്ലാം വോട്ട് കൊണ്ടാണ് അവർ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ പോകുന്നത്. അതിനുശേഷം ഇവരെ നമുക്ക് വിളിക്കാനായിട്ട് പറ്റാറുണ്ടോ? ഇവർ നിങ്ങൾ കാണാറുണ്ടോ? ചില MLA മാരെ MP മാരെയൊക്കെ കാണാതിരുന്നിട്ട് പോസ്റ്റർ വരെ അടിച്ചു വെക്കുന്ന ഗതികേടിലൂടെ കേരള സമൂഹം പോയിട്ടില്ലേ? അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഒരു MLA ഒന്നും ആയിരിക്കില്ല. എനിക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റും, മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും, അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും. അവർക്ക് വേണ്ടിയിട്ട് എന്നാൽ സാധിക്കുന്ന ഏതറ്റം വരെയും സഞ്ചരിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. ആ മനസ്സാണ് എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ഇപ്പം സുരേഷ് ഏട്ടൻ തന്നെ നമുക്ക് NDAക്ക് വന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വിജയിച്ചു കഴിഞ്ഞപ്പോൾ, അതിനു മുമ്പ് വരെ സിനിമാ നടൻ എന്ന രീതിയിൽ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു. പക്ഷേ BJPക്ക് വന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പലരും ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ കുറിച്ച് നോക്കാനൊക്കെ കണ്ടിരുന്നു. അപ്പം അങ്ങനൊരു തോന്നലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നടക്കുക? എനിക്ക് അങ്ങനത്തെ തോന്നലൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഇപ്പം നമുക്ക് എല്ലാവരുടെയും ഇഷ്ടം പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പം നമ്മൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും ഇഷ്ടം വാങ്ങിച്ചിട്ട് സിനിമയിൽ അഭിനയിച്ചാലും എല്ലാവരുടെയും ഇഷ്ടം വാങ്ങിച്ചുകൊണ്ട് സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്തവരുടെ ഇഷ്ടം വേണ്ടാന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം വളരെ കാലിബറുള്ള വളരെയധികം കാര്യങ്ങൾ തൃശ്ശൂർ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനു മുൻപ് എന്താ പറയുക, മനുഷ്യരും അടിച്ചു നിന്ന പല കാര്യങ്ങളിലും അദ്ദേഹം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന് അയൽപക്കക്കാരിയായിട്ട് ജീവിച്ചിരുന്നതാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മയൊന്നും ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യനും ചെയ്തിട്ടില്ല. സിനിമാ നടനായിട്ട് അദ്ദേഹം ജോലി ചെയ്ത് കിട്ടിയ സമ്പാദ്യം കൊണ്ട് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് പോലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്ദിയില്ലാത്തവർ അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവരൊക്കെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. എല്ലാവർക്കും നന്ദിയും കൃതാർത്ഥതയും ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില മനുഷ്യർക്ക് അത് ഉണ്ടാവില്ല. അത് ഇപ്പം പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് മാത്രം നേരിടുന്ന ഒരു കാര്യമല്ല, അത് എല്ലാ മേഖലയിലും ഉണ്ട്. നമ്മൾ ഇന്നലെ വരെ ഉപകരിച്ചിട്ട് ഇന്നാവുമ്പോൾ അതൊക്കെ മാറ്റി പറയുന്ന, മാറി ചിന്തിക്കുന്ന, ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടാണ്. അത് ഈ ലോകം എന്ന് പറയുന്നത് അതും കൂടിയൊക്കെ ചേരുന്നതാണ് ഈ ലോകം. അതേപോലെ ചേച്ചി BJP അനുകൂലിയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2020 വരേണ്ട ഒരു കാരണം 2020 മറ്റൊരു പാർട്ടിയായിട്ട് വന്നതാണ്. പിന്നീട് NDAയുടെ ഘടകകക്ഷി ആയതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല 2020 എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ മാതൃക ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അവരൊരു രാഷ്ട്രീയ കക്ഷിയായിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ 2020 കിഴക്കമ്പലം പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്തെ വികസിപ്പിക്കാനും ഇല്ലാത്തവന് കൊടുക്കാനും ഒക്കെ കഴിയണം. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവരവരുടെ നാട് നന്നാക്കിയിട്ടുണ്ട്. അവരുടെ നാട്ടിൽ വേണ്ട കാര്യങ്ങൾ, കുടിവെള്ളം, റോഡ്, മരുന്ന്, ഭക്ഷണം, വിദ്യാഭ്യാസം,
ഈ 5 കാര്യങ്ങളിലും അവർ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരിന്നും അതിൽ വളരെ ഫോക്കസ്ഡ് ആണ്. അവർക്ക് എന്താ പറയുക, അവർക്ക് ഇനിയും പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ട് അഴിമതി നടത്തിയിട്ട് കീശ വീർപ്പിക്കണം എന്നുള്ള യാതൊരു ചിന്തകളും ഇല്ല. കീശയിലിരിക്കുന്നത് എടുത്തു കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും 2020 ഇൻവിറ്റേഷൻ നിസ്സംശയം ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ ഈ ഇലക്ഷൻ ഇപ്പോൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ജനങ്ങൾക്കൊരു വാഗ്ദാനം കൊടുത്താൽ അതെങ്ങനെ ജനങ്ങൾക്കത് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എന്നോട് പങ്കുവെക്കാം. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ പരിശ്രമിക്കും. അവരുടെ കൂടെ അവരിൽ ഒരാളായിട്ട് അവരോടൊപ്പം ഉണ്ടാകും. വീട് തന്നെ പെരുമ്പാവൂരേക്ക് മാറുകയാണ്. തീർച്ചയായിട്ടും ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. അതുതന്നെയാണ് ഞാൻ എന്നെ തന്നെ ജനത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കും. അതുതന്നെയാണ് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. നിങ്ങളുടെ ഏത് ആവശ്യവും എൻ്റെ അടുത്ത് പറയാം. നിങ്ങൾ ഒരാളായിട്ട് കൂടെ ഉണ്ടാവും. അതുതന്നെയാണ് ഞാൻ കൊടുക്കുന്ന വാഗ്ദാനം. അതുപോലെ അമ്മയുടെ ഒരു അംഗം കൂടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകാനായിട്ടുള്ളത്? അങ്ങനെ ശ്രമിക്കും, പരമാവധി അങ്ങനെ തന്നെ ശ്രമിക്കും. ഒരിക്കലും അമ്മയെ വിട്ടിട്ട് അല്ലെങ്കിൽ ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കാതെ എന്തായാലും പുറത്തേക്ക് പോവില്ല. തീർച്ചയായിട്ടും അമ്മയിൽ തന്നെ ഉണ്ടാവും. അമ്മ 1.5 മാസം കൂടുമ്പോഴേ ഉള്ളൂ ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ. അപ്പം അത് അങ്ങനെ തന്നെ മാനേജ് ചെയ്യാനാണ് തീരുമാനം. അതേപോലെ മോദി എത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? മോദി കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു പൊളിറ്റീഷ്യനും എന്താ പറയുക, ഒരു പൊളിറ്റീഷ്യനും കഴിയാത്ത കാര്യങ്ങൾ ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ റോഡ് വികസനം തൊട്ടിട്ട് ചന്ദ്രയാൻ പദ്ധതികൾ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മോദിജീനെ ഇഷ്ടം. പിന്നെ 12 വർഷം കൊണ്ട് നമ്മൾ 70 വർഷം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമല്ല. 10-60 കൊല്ലം ഭരിച്ചിരുന്ന ആൾക്കാർ കൊണ്ടുവന്നതുപോലെ അല്ലല്ലോ ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. താങ്ക് യു സോ മച്ച്. ഒന്നുമില്ല, ജനങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഇതിൽ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാണ്ട് വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളോടൊപ്പം എന്നും ഞാനുണ്ടാവും. താങ്ക് യു.